ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. വചനകിരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ത്യയിലെ ബഞ്ചാര എന്നറിയപ്പെടുന്ന ഗോത്രവർഗക്കാർ ഒരു കാലത്ത് നാടോടികളായിരുന്നു. വനത്തിലൂടെ യാത്ര ചെയ്യുന്നവർ എന്ന അർത്ഥത്തിലാണ് അവരെ ബഞ്ചാരകൾ എന്ന് വിളിക്കുന്നത്. അവരുടെ ദൈവങ്ങൾ എന്ന് പറയുന്നത് നദികളിൽ നിന്ന് പെറുക്കിയെടുക്കുന്ന സവിശേഷ ആകൃതിയിലുള്ള ചില കല്ലുകളാണ്. അവർ ആ കല്ലുകളെ ദൈവമായി കണ്ട് ആരാധിക്കുകയും ശ്രേഷ്ഠതയോടെ ബഹുമാനിക്കുകയും ആദരവോടെ സൂക്ഷിക്കുകയും ചെയ്യും. എന്നാൽ നാടോടികളായ ഇവരുടെ യാത്രകളിൽ ചിലപ്പോഴൊക്കെ ഈ ദൈവങ്ങളെ നഷ്ടമാകുന്ന ദുരവസ്ഥ അവർക്ക് വന്നു ചേരാറുണ്ട്. യാത്രാമധ്യത്തിൽ മറ്റ് നാടോടി കൂട്ടങ്ങൾ ഇവരെ ആക്രമിച്ച് ഈ ദൈവങ്ങളെ കവർന്നെടുക്കുന്നതാണ് ആ ദുരവസ്ഥ. കൂടെയുള്ള നിധിപേടകം നഷ്ടമാകുന്നത് അവരെ തീരാ ദുഃഖത്തിലേക്കും തോരാത്ത കണ്ണുനീരിലേക്കും നയിക്കും. ദൈവത്തെ അല്ലെങ്കിൽ ദൈവ സാന്നിധ്യത്തെ നഷ്ടമാകുന്നത് വിശുദ്ധ ഗ്രന്ഥത്തിലും നമുക്ക് കാണാൻ കഴിയും. 1 ശമൂവേലിന്റെ പുസ്തകം 4-ാം അധ്യായത്തിൽ ഫെലിസ്ത്യർ ദൈവത്തിന്റെ പെട്ടകം അപഹരിക്കുന്നതും ഇസ്രായേലിനെ യുദ്ധത്തിൽ പരാജയപ്പെടുത്തുന്നതും കാണാം. പെട്ടകം നഷ്ടമാകുന്നതോടെ ദൈവമഹത്വം ഇസ്രായേലിൽ നിന്ന് നഷ്ടമായി എന്ന് പറഞ്ഞ് നിലവിളിക്കുകയാണവർ. യാത്രാ സംഘത്തിന്റെ കൂടെ ഉണ്ടാകുമെന്ന് കരുതി യാത്ര പുറപ്പെട്ട് ഒരു ദിവസം കഴിഞ്ഞപ്പോൾ ക്രിസ്തു കൂടെയില്ലെന്നറിയുന്ന മറിയാമും യോസേഫും പരിഭ്രാന്തരാകുന്നതും വിശുദ്ധ ലൂക്കോസ് 2-ാം അധ്യായത്തിൽ കാണുന്നു. ജീവിതത്തിൽ നിന്ന് ദൈവം നഷ്ടമായി എന്ന് പറഞ്ഞാൽ ചിലർക്കൊക്കെ അതൊരു തോന്നൽ മാത്രമായിരിക്കും. എന്നാൽ ചിലരുടെയൊക്കെ ജീവിതത്തിൽ അത് നെഞ്ചു പൊള്ളുന്ന അനുഭവമായിരിക്കും. ജീവിതത്തിൽ ഏറ്റവും വലിയ നഷ്ടം എന്താണെന്ന് ചോദിച്ചാൽ കൂടെയുള്ള ദൈവം നഷ്ടമാവുന്നത് തന്നെയാണ്. ഒരിക്കലും തിട്ടപ്പെടുത്താൻ കഴിയാത്ത നഷ്ടത്തിന്റെ കണക്കാണത്. ദൈവ സാന്നിധ്യം നഷ്ടമായാൽ പിന്നെ എന്താണ് ജീവിതത്തിൽ ബാക്കിയുണ്ടാവുക? ദൈവത്തിന് കാവൽ നിൽക്കുക എത്ര വിചിത്രമെന്ന് തോന്നും. എന്നാൽ നമ്മുടെ ദൈവത്തെ അപഹരിക്കുവാൻ സമ്മതിക്കാതെ കാവൽക്കാരാകാൻ ബാധ്യസ്ഥരാണ് നാം ഓരോരുത്തരും. നീതിയും ന്യായവും വിശുദ്ധിയും ജീവിതത്തിൽ നഷ്ടമാകുമ്പോഴാണ് ദൈവ സാന്നിധ്യം നഷ്ടമായി എന്ന അവസ്ഥയിലേക്ക് നാം മാറ്റപ്പെടുന്നത്. ദൈവത്തിന് കാവൽ നിൽക്കുക എന്നാൽ വിശുദ്ധിയിലും നീതിയിലും ജീവിക്കുക എന്നതാണ് അർത്ഥം. തെറ്റുകളെ ന്യായീകരിക്കുമ്പോൾ, പാപത്തിന് പിന്നാലെ ഓടുമ്പോൾ, അശുദ്ധിക്ക് കൂട്ടുനിൽക്കുമ്പോൾ നഷ്ടമാകുന്നത് ദൈവ സാന്നിധ്യമാണ്. ജീവിതത്തിലെ ഏറ്റവും വിലയേറിയ നിധിയാണത്. അത് നഷ്ടമാകാതെ കാത്തു സൂക്ഷിക്കുവാൻ പരിശീലിക്കേണ്ടിയിരിക്കുന്നു. ശുഭദിനം നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ.